ശ്രീജിത്ത് പണിക്കർ, ഇത് ബി.ജെ.പി. പോലും ഇതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ് എന്ന നിലപാടാണ് CPM-നുള്ളത്. നോക്കൂ, ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇത് നടത്തുന്നത് CPM ആണ് എന്നുള്ളതാണ്. ഇതിൽ ആശയപരമായിട്ട് തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ആഗോള അയ്യപ്പന്മാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ശബരിമലയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു സംഗമം നടത്തുന്നത് എന്നാണ് പറയുന്നത്. അതിന് ഇങ്ങനെ ഒരു സമ്മേളനം CPM ഇന്നത്തെ കാലത്ത് 2025 നടത്തിയതിനു ശേഷം ഈ ഒരു ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവരികയോ ഈ സന്ദേശം പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. കാരണം എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ് ശബരിമല തീർത്ഥാടനമെന്നും അതിൻ്റെ സന്ദേശമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ചെറിയ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം തുറന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം, അവിടെ വരുന്ന ഭക്തരുടെ എണ്ണം, അവിടുത്തെ നടവരവ്, ഈ കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല. അത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മാത്രം വരുന്നത് കൊണ്ടല്ല, ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നത് കൊണ്ടാണ്. അവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. വിവിധ മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും യുണീക്കായിട്ടുള്ള സന്ദേശമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവിടേക്കുള്ള ആൾക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ അതിന് ഒരു പ്രചരണം നടത്തുന്നതിനോ ഒന്നും തന്നെ സർക്കാർ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അയ്യപ്പ ഭക്തരുടെ സംഗമം എന്ന് പറയുമ്പോൾ ആരാണ് അയ്യപ്പ ഭക്തർ എന്നുള്ളത് ആലോചിക്കുക. ശബരിമലയിലെ ആചാര വിശ്വാസ പദ്ധതികളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അയ്യപ്പ ഭക്തർ. അപ്പോൾ അവിടുത്തെ ആചാരത്തിൽ വിശ്വസിക്കുന്നവരാണോ CPM എന്നുള്ള ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഭക്തരുടെ കസ്റ്റോഡിയനാകാൻ ശ്രമിക്കേണ്ടതുള്ളൂ, ഭക്തരുടെ ഗാർഡിയനാകാൻ ശ്രമിക്കേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണോ DMK എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. കാരണം ഇതിന്റെ മുഖ്യ പങ്കാളികളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് DMK ആണ്. ഈ ആചാര ലംഘനം ശബരിമലയിൽ നടന്നത് ചരിത്ര സംഭവമാണ് എന്ന് കേരളമാകെ പാടി നടന്ന ആൾക്കാർ ഇന്ന് എന്തിനാണ് ഇങ്ങനെ അയ്യപ്പന്റെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ കസ്റ്റോഡിയൻ ആകുന്നതിനും അവരുടെ ലോക്കൽ ഗാർഡിയൻ ആകുന്നതിനും ഒക്കെ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്കിപ്പോ വിധിയിൽ സ്റ്റേ ഇല്ലാത്ത സാഹചര്യത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്താണ്? ആ നിലപാട് നിങ്ങൾ പറഞ്ഞാൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാട് തന്നെ, യുവതികൾ പ്രവേശിക്കട്ടെ എന്നാണ് എങ്കിൽ പിന്നെ നിങ്ങൾ ഈ സംഗമം നടത്തുന്നത് എന്തിനാണ്? ഇനി അഥവാ സംഗമം നടത്തുന്ന സമയത്ത് ഈ ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമാവുകയാണ്. അതായത് നിങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് ആചാര സംരക്ഷണമല്ല, ലിംഗസമത്വമാണ്. ഈ ലിംഗസമത്വം എന്നുള്ളതിന് ഒരു ആരാധനാലയത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിനെ കുറിച്ചാണ് ഈ ശബരിമല വിധിയിൽ തർക്കമുണ്ടായത്. അവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നതിൽ കൃത്യമായ വിശദീകരണം ഉണ്ടാകണമെന്ന് വന്നത്. നമ്മൾ ഈ പറയുന്ന ഭരണഘടനയിൽ തന്നെയുള്ള തുല്യതയ്ക്കുള്ള അവകാശത്തിനേക്കാൾ താഴെയാണോ അതോ അതിനേക്കാൾ മുകളിൽ തന്നെയാണോ കരുതേണ്ടത് മതവിശ്വാസം എന്നുള്ള ഒരു കാര്യം അവിടെയാണ് ജഡ്ജിമാർക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആകുന്നതും അതിനെ വിശാല ബെഞ്ചിന്റെ ഒരു പരിഗണനയ്ക്ക് വിടുന്നതും. ആ സമയത്തിൽ പോലും ആ വിഷയത്തിൽ ആ വിധിയിൽ സ്റ്റേ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം പ്രധാനമാണ്. രണ്ട്, അന്ന് CPM സ്വീകരിച്ചിരുന്ന നിലപാടിന് കനത്ത തിരിച്ചടിയാണ് അവർക്ക് തുടർന്നുണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അപ്പോൾ അതിനുശേഷം 2024 നടന്നിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത്തവണ 2 വർഷത്തെ തുടർച്ചയായിട്ടുള്ള മോദി ഭരണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ശക്തമായിട്ട് കോൺഗ്രസ് വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതിയായിരുന്നു ഈ 2024 ഉണ്ടായത്. 2024-ലും 2019-ലും കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ തവണ കോൺഗ്രസിനെ ഒരു ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ MP-മാരായിട്ട് കിട്ടിയുള്ളൂ എന്നുള്ളതായിരുന്നു പരക്കെ ട്രോൾ ചെയ്യപ്പെട്ടത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, ഏകദേശം 100-നടുത്ത് കിട്ടി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം അവിടെ ഉണ്ടാക്കി. അതിൽ CPM-ഉം കേരളം വിട്ടു കഴിഞ്ഞാൽ അതിൽ അംഗമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന് വളഞ്ഞു മൂക്കി പിടിച്ച് CPM-ന് വോട്ട് കൊടുത്തതിന് ശേഷം CPM കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കോൺഗ്രസിനുള്ള വോട്ട് കോൺഗ്രസിന് തന്നെ പോയാൽ മതി എന്ന് ഇവിടെ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിന് കോന്നി പോലെയുള്ള ഈ ശബരിമലയൊക്കെ ഉള്ള ആ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് കോന്നിയിലെ ഒരു പ്രാദേശിക വിഷയമായിരുന്നില്ല, സംസ്ഥാനത്ത് മുഴുവൻ താല്പര്യമുള്ള, സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് അയ്യപ്പ ഭക്തരുടെ കസ്റ്റോഡിയൻ ആകുന്നതിന് മുമ്പ് ശബരിമല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നിലപാട് എന്താണ് എന്ന് പറയുക. മുൻ നിലപാടിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ, അത് മാറ്റിയോ എന്നുള്ളത് അവർ പറയുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ വ്യക്തമായിട്ട്, ഈ ഒരു സമ്മേളനം CPM നടത്തുമ്പോഴും അതിൽ DMK-യെ പങ്കാളിയായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് മാത്രമാണ് എനിക്കതിൽ തമാശ തോന്നുന്നത്. കോൺഗ്രസ് CPM-ഉം DMK-യും ഇതിൽ